എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ 37ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണ, തുടർന്നുള്ള ക്ലാസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. 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 എത്രാമത്തെ സെഷൻ? അത് 137 അല്ലേ? 37 ആയുള്ളൂ ക്ലാസ്സുകൾ. 37ാമത്തെ ക്ലാസ് ആണ്. അത്ര ആയുള്ളൂ. 37 എന്ന് പറയുമ്പോൾ മാസം നോക്കുകയാണെങ്കിൽ തന്നെ 3 കണ്ടിന്യൂസ് ആയില്ലേ? 4 ആഴ്ചയല്ലേ മാസത്തില്? ജയശങ്കര. ജയശങ്കര. അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവ ശിഖാ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സവിത്രീഭിർവാചം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തയതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുചിഭിഃ വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന ഭക്തിസാന്ദ്രമായ കൃതിയുടെ 75 ശ്ലോകങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ അർത്ഥമറിഞ്ഞ് വായിച്ച് പഠിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തി വന്നത്. നാം പറയുകയുണ്ടായി, ആദ്യത്തെ 41 ശ്ലോകങ്ങൾ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ കൂടുതലും ദൈവീകമായിട്ടാണ് താന്ത്രികപരമായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു ഭാഷാ വ്യതിയാനം നമുക്ക് കാണാൻ കഴിയുന്നതുണ്ട്. പിന്നെ ദേവിയുടെ ആപാദചൂഢ വർണ്ണനയാണ് 42 ശ്ലോകം മുതൽ 100ാമത്തെ ശ്ലോകം വരെ നാം കണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെ 75 ശ്ലോകം വരെ എത്തി നിൽക്കുകയാണ്. 76ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത്. 76ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷാ ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജാ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാം ജനസ്ഥാം ജാനീതേ ജനനി തവ രോമാവലിരിതി. എന്താണ്? ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷാ ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാം ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതേ. അപ്പൊ ഇവിടെ എന്താണ് വർണ്ണിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് ദേവിയെ പറയുന്നത്? ദേവിയെ സല്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തസ്മാത് അചലതനയെ എന്നാണ്. അചലതനയെ എന്നാണ് പറയുന്നത്. എന്താണ് അചലതനയൻ? അചലൻ, ചലനമില്ലാത്തത്. അതാരാണ്? പർവ്വതൻ. തനയൻ, തനയ, പുത്രി. അപ്പൊ അചലതനയ
എന്ന് പറയുന്നത് പർവ്വതപുത്രി, അല്ലയോ ദേവി ഉമേ, പർവ്വതപുത്രിയായിരിക്കുന്ന പാർവതി ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് ദേവിയെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. മൂന്നാമത്തെ വരിയിൽ പറഞ്ഞു തസ്മാത് അചലതനയേ ധൂമലതിക എന്നാണ്. അപ്പോ പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ ദേവി. പിന്നീട് രണ്ടാമത് വേറൊരാളെ കൂടെ പറഞ്ഞു. ആരാണ്? മനസിജ. ആരാണ് ഈ മനസിജൻ? നമ്മൾ പഠിക്കുകയുണ്ടായി, കാമദേവനാണ് അല്ലെ. മനസിജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. അപ്പം ഹരക്രോധജ്വാലാവലിഭിരവലീടേനവപുഷ. ഹരൻ ആരാണ്? സാക്ഷാൽ ത്രിപുരാന്തകനായിരിക്കുന്ന പരമശിവനെ കുറിച്ചാണ് ഇവിടെ ഹരൻ അല്ലെ. ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ. അവലീടേന എന്ന് പറഞ്ഞാൽ വപുഷ, വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം. അവലീടേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്ന. എന്ത്? ഹരക്രോധജ്വാല, ഹരന്റെ ക്രോധാഗ്നിയാൽ വിഴുങ്ങപ്പെട്ടതായിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന മനസിജൻ, അതാണ് കാമദേവൻ. അങ്ങനെയുള്ള ആ കാമദേവൻ എന്തു ചെയ്തു? ഗഭീരേ തേനാഭി സരസി കൃതസംഗോ മനസിജ എന്നാണ്. അപ്പൊ തേ നാഭി സരസി, തേ അല്ലയോ അമ്മേ, അമ്മയുടെ ആ നാഭിയില് എങ്ങനെയുള്ള നാഭിയാണ്? ഗംഭീരേ നാഭി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ഗംഭീരമായിരിക്കുന്ന നാഭി എന്നാണ്. ആ ഗംഭീരത്തിന്റെ വർണ്ണന ഞാൻ പിന്നീട് പറയാം. പിന്നീടോ എങ്ങനെയുള്ള നാമത്? സരസി എന്നാണ്. അത് നാഭിയാകുന്ന സരസ്വതി എന്നാണ്. അമ്മയുടെ ആ വളരെ പുണ്യമായിരിക്കുന്ന ആ സരസ് പോലെയുള്ള അല്ലെങ്കിൽ ആ സരസ്സാകുന്ന നാഭിയിലേക്ക് എന്തു പറ്റി? ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജ. കൃതസംഗ എന്ന് പറഞ്ഞാൽ കൃതസംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എടുത്തു ചാടി അല്ലെങ്കിൽ മുങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്താണ്? കാമദേവൻ വരുന്നു, കാമദേവനോട് ശിവൻ തൻ്റെ മൂന്നാമത്തെ കണ്ണു തുറക്കുന്നു. ആ കാമദേവൻ അഗ്നിയിൽ ലയിക്കുന്നു. വളരെ പെട്ടെന്ന് കാമദേവൻ എടുത്ത് ദേവിയുടെ നാഭിയിലേക്ക് എടുത്ത് ചാടുന്നു. ഇങ്ങനെയുള്ള സങ്കല്പമാണ് അങ്ങനെ, അല്ലെങ്കിൽ ദേവിയുടെ നാഭിയിലോട്ട് മുഴുകുന്നതായിട്ടാണ്. അപ്പൊ ഇവിടെ ദേവിയുടെ നാഭി ഒരു അഗ്നികുണ്ഡമായി, യജ്ഞം ചെയ്യുന്നവർക്ക് ദേവിയുടെ നാഭി അഗ്നികുണ്ഡമാണ് എന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട് പിന്നീട്. അപ്പൊ എന്താണ്? ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജ. പിന്നീടോ അപ്പൊ സമുത്തസ്തൗ തസ്മാത് അജലതനയേ ധൂമലതിക. അപ്പം സമുത്തസ്ഥൗ തസ്മാത് അചലതനയേ ധൂമലതിക. തസ്മാത്, തസ്മാത് എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നിന്നും എന്താ? ധൂമലതിക. ലതിക എന്ന് പറഞ്ഞാൽ വള്ളി അല്ലേ? നമുക്കറിയാം വള്ളിച്ചെടികളെയൊക്കെ ലതിക എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള വള്ളികള് എങ്ങനെയുള്ളതാണ്? ധൂമലതിക. ധൂമം എന്ന് പറഞ്ഞാൽ എന്താണ്? പുക അല്ലേ? ധൂമമാക്കുന്ന വള്ളി, അതായത് വളഞ്ഞ് വള്ളി പോലെ പൊങ്ങി വരുന്ന എന്താണ്? ധൂമലതിക. പുകകള് വളഞ്ഞ് വള്ളി പോലെ പൊങ്ങി വരുന്നു. എവിടുന്ന്? അമ്മയുടെ നാഭിയിൽ നിന്ന്. ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. ജനസ്ഥാം ജാനീതേ. അപ്പൊ ജനനി എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മേ. അല്ലയോ അമ്മേ. താം ജനസ്ഥാം ജാനേതി. ജനം, ജനങ്ങള്. താം അതിനെ, ജനങ്ങള് എന്താണ്? തവ നിന്തിരുവടിയുടെ രോമാവലി ഇതി. രോമാവലി എന്ന് എന്താണ്? ജാനീതേ എന്ന് വ്യവഹരിക്കുന്നു, എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ എന്നാണ് അതിനെ കുറിച്ച് മാനിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം? പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ അമ്മേ, ആ ശ്രീ പരമേശ്വരന്റെ കോപാഗ്നിയുടെ ജ്വാലാസമൂഹത്താൽ അല്ലെ, ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ. അപ്പൊ ഈ ഹരക്രോധജ്വാല, ഹരന്റെ ക്രോധം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കെല്ലാം പാർവതിയുടെ ആ നവദുർഗാഭാവത്തെ കുറിച്ചൊക്കെ നാം പഠിച്ചിട്ടുണ്ട് അല്ലേ? ശൈലപുത്രേ ശൈലപുത്രേ നമ ബ്രഹ്മചാരിണേ ചന്ദ്രഖണ്ഡ കുഷ്മാണ്ഡ സ്കന്ദമാത കാത്യായിനി കാളരാത്രി മഹാഗൗരി സിദ്ധദാത്രി. ഇങ്ങനെ നവദുർഗാഭാവത്തില് നമ്മൾ നവരാത്രി കാലങ്ങളിലൊക്കെ ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഈ ശൈലപുത്രി ബ്രഹ്മചാരിണിയായിട്ട് സാക്ഷാൽ ഭഗവാനെ, പരമേശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പരമശിവനെ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി പാർവതീദേവി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, തപസ്സനുഷ്ഠിച്ചു കൊണ്ടേയിരുന്നിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ പാർവതീദേവി ഒരിക്കൽ ശിവനെ കണ്ടുപിടിക്കുകയുണ്ടായി. പക്ഷേ ശിവൻ കണ്ണു തുറക്കാതെ
പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ ആ, ആണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സാക്ഷാത് ഈ താരകാസുരനെ വധിക്കേണ്ടതായിട്ടൊരു നിയോഗമുണ്ട്. ബ്രഹ്മദേവന്റെ ആ, എന്താണ് അനുഗ്രഹത്താൽ താരകാസുരൻ ആരാലും വധിക്കപ്പെടാതെ വളരെ ശക്തിമാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ സാക്ഷാൽ പരമശിവനിൽ ജനിച്ചിരിക്കുന്ന ഒരു പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കുവാൻ ഒക്കുകയുള്ളൂ എന്നൊരു നിയോഗമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ്, ഒരു അനുഗ്രഹം താരകാസുരനുണ്ടായിരുന്നു. അപ്പൊ താരകാസുരനെ നിഗ്രഹിക്കുന്നതിനായിട്ട്, അതാണ് ഈ സ്കന്ദമാതാവ് എന്നുകൂടെ പറഞ്ഞ കാർത്തികേയന്റെ ജനനം അനിവാര്യമായിട്ട് വന്നു. അപ്പൊ ഈ കാർത്തികേയന്റെ ജനനം അനിവാര്യമാവണമെങ്കിൽ ഭഗവാൻ ഒറ്റയ്ക്കിരുന്നാൽ എങ്ങനെ സാധിക്കും എന്നുള്ള ചിന്തയില് ഇന്ദ്രൻ കാമദേവനോട് ചെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. കാമദേവ, അങ്ങ് പരമശിവനിൽ കാമത്തെ ഉണർത്തേണമേ. ദേവി ഏതായാലും ശിവനെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോൾ അങ്ങ് ശിവനിൽ കാമമുണർത്തി ശിവനെ തപസ്സിൽ നിന്നും തപസ്സിന് ഭംഗം വരുത്തി എഴുന്നേൽപ്പിക്കണമേ എന്ന പ്രാർത്ഥനയുമായിട്ട് ഇന്ദ്രൻ ചെന്നു എന്നാണ്. അങ്ങനെ പക്ഷെ കാമദേവൻ വളരെയധികം ഇന്ദ്രനോട് പറഞ്ഞു, അതാവില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം അതിൻ്റെ എന്താണ് കോൺസിക്വൻസ് എന്താണ് എന്ന് കാമദേവന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇന്ദ്രനെ മാനിക്കാതെയും നിവൃത്തിയില്ല. കാരണം ലോകത്തിന് എന്താണോ നല്ലത് വരുത്തേണ്ടത് അത് രാജാവായിരിക്കുന്ന ഇന്ദ്രൻ പറയുന്നു അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ പരമശിവന്റെ തപസ് മുടക്കുവാനായിട്ട്, അല്ലെങ്കിൽ മുടക്കി ആ പരമശിവനിൽ കാമനെ സൃഷ്ടിക്കുവാനായിട്ട് കാമദേവൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ പരമശിവൻ തൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു എന്നുള്ളതാണ്. അങ്ങനെ തുറന്ന ആ ഒരൊറ്റ നോട്ടത്തിൽ കാമദേവൻ ഭസ്മമായി മാറി എന്നൊരു കഥയുണ്ട്. അങ്ങനെയാണ് അനങ്കനായി മാറിയത്. നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരു ശ്ലോകത്തിൽ പഠിക്കുകയുണ്ടായി, എങ്ങനെയാണ് സാക്ഷാൽ ദേവി അനങ്കൻ എന്ന് നമ്മൾ കാമദേവനെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാമദേവന്റെ മന്ത്രം തന്നെ എങ്ങനെയാണ്, കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹേ തന്നോ അനങ്ക പ്രചോദയാത് എന്നാണ്. അനങ്കനായിട്ടാണ് കാമദേവനെ, കാരണം ആ ശിവൻ നശിപ്പിച്ചു, ശിവന്റെ ക്രോധത്തില് അലിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ആർക്കാണ് സാക്ഷാൽ കാണാൻ പറ്റുന്നത്, പിന്നീട് കാമദേവനെ കാണാൻ പറ്റുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, രതീദേവിക്ക് മാത്രമേ ഉള്ളൂ. ആ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ്, ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമഭിക്ഷോഭമനയത് മരോപിത്വാം നത്വാം രതിനയനലേഹ്യേന വപുഷ എന്നാണ്. രതിനയനലേഹ്യേന വപുഷ, തന്റെ കണ്ണുകൊണ്ട്, രതീദേവിയാണ് കാമദേവന്റെ ഭാര്യ, ആ കണ്ണുകൊണ്ട് രതീദേവിയുടെ കണ്ണുകൾക്ക് മാത്രം ഒപ്പിയെടുക്കുവാൻ സാധിക്കുന്നതായ ശരീരത്തോടു കൂടിയാണ് ആ കാമദേവൻ. അതെങ്ങനെയായി മാറി? ശിവൻ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാർവതീദേവിയുടെ അനുഗ്രഹപ്രകാരമാണ് അങ്ങനെ രതീദേവിക്ക് മാത്രം കാണുവാനായിട്ട് സാധ്യമാകുന്ന ശരീരത്തോടു കൂടി എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള അപ്പൊ ആ കാമൻ സ്മരൻ എന്തു ചെയ്തു? ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ, അങ്ങനെ ശിവന്റെ ആ കോപാഗ്നിയില് കാമദേവൻ ദഹിച്ചു. അങ്ങനെ ആ വപുസ്ത കത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്തു ചെയ്തു? എരിഞ്ഞ ശരീരത്തോടുകൂടി കാമദേവൻ നിന്തിരുവടിയുടെ ഗഭീരേ തേനാഭി സരസീകൃത സംഗോ മനസിജാം, അമ്മയുടെ ഗംഭീരമായിരിക്കുന്ന ആ സരസ്സാകുന്ന നാഭിയിലോട്ട് മുങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ആ സരസ്സാകുന്ന നാഭിയിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അതിൽ നിന്നും പുകയുയർന്നു. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കത്തിക്കഴിഞ്ഞാൽ അല്ലേ, ഒന്ന് വെള്ളം കൂടെ മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പുകകൾ വരും മുകളിലോട്ട്. അങ്ങനെ വളരെ നേർത്ത പുകകള് ധൂമലതികയായിട്ട്, അതാണ് ധൂമലതിക എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ലതിക? വള്ളിച്ചെടികൾ പോലെയുള്ള ലതിക, ധൂമലതിക ആ അമ്മയുടെ വയറിന്റെ ഭാഗത്ത്, ഉദരഭാഗത്ത് നിന്നും പൊക്കിൾ കൊടിക്ക് ചുറ്റും നിന്നും ഉണ്ടായി എന്നാണ്. അപ്പൊ ദേവിയുടെ ഉദരഭാഗത്തുള്ള ആ രോമാവലിയുടെ ഭംഗിയാണ് ഈ ശ്ലോകത്തിന്റെ വിഷയം. ശിവന്റെ തപസ് മുടക്കിയിരിക്കുന്ന കാമദേവനെ തൻ്റെ ആ ത്രിനേത്രത്തിന്റെ നേത്രാഗ്നിയാല്
ദഹിപ്പിച്ചു. ആ കഥ ഇപ്പം ഞാൻ പറയുകയുണ്ടായി അല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് ദേവിയുടെ നാഭിയിലേക്ക് എടുത്തു ചാടിയതാണ് കൃതസംഗ. അതിൽ മുങ്ങിപ്പോയി. അങ്ങനെ മുങ്ങിപ്പോൾ എന്താണ്, അതിൽ നിന്നും പുകയുയർന്നു. അതാണ് ദേവിയുടെ രോമാവലിയായിട്ട് ഇവിടെ ഉദരഭാഗത്തുള്ള രോമാവലിയായിട്ട് വ്യവഹരിക്കുന്നത് എന്നാണ്. അപ്പൊ ദേവിയുടെ ഉദരഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് വളരെ നേർത്ത് വള്ളി പോലെ ശ്യാമാഭമായിട്ട്, ആകാശത്തിന്റെ നിറമാണ് എന്നാണ് പറഞ്ഞത്, ശ്യാമാഭമായിട്ട് കാണുന്ന രോമാവലിയാണ് ഇവിടെ ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നീട് എന്താണ്, ദേവി കാമദേവന്റെ ദഹിച്ച ശരീരം മുങ്ങി സരസ്സായിട്ട് ഈ ദേവിയുടെ നാഭിയെ ഇവിടെ വർണ്ണിക്കുന്നു. അപ്പൊ അത് വേറൊന്നും കൊണ്ടല്ല, സൗന്ദര്യാതിശയം കൊണ്ടും കൂടിയാണ് ആ നാഭിയുടെ അങ്ങനെയുള്ള ഒരു വർണ്ണന എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഈ ഗഭീരെ എന്നുള്ള വാക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പിന്നീട് പറയാം. ഗഭീരെ എന്നുള്ള വാക്ക് കൊണ്ട് സൗന്ദര്യാതിശയം കൊണ്ടാണ് ഗഭീരെ എന്ന് പറയുന്നത്. ഗംഭീരം എന്ന് മാത്രമല്ല, കാരണം സ്നിഗ്ധവൃത്താകൃതിയായിരിക്കുന്ന പൊക്കിൾ കൂടി ഇതാണ്. അമ്മയുടെ നാഭിയിൽ സ്നിഗ്ധവൃത്താകൃതിയുമാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്, അത് ദേവിയുടെ ത്രിലോകാധിപത്യത്തെ കുറിക്കുന്നു. അതിനകത്തോക്ക് നാഭിയുടെ അകത്തേക്കൊട്ട് കാണുവാനും പറ്റുന്നില്ല. പക്ഷേ ഒരു നല്ല ഭക്തന് മാത്രമേ ഇത് ദർശിക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്നും കൂടെ ആചാര്യന്മാർ എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗഭീര എന്ന വിശേഷണം കൊണ്ട് ഈ യോഗ്യതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മള് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഒരു വരി ഉണ്ട്, ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഓർമ്മയുണ്ടോ? എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോ ലതാ സഹസ്രനാമത്തില് നാഭ്യാലവാല രോമാളി എന്ന് പറയുന്നുണ്ട്. അതും ലതാ ഫലകുജദ്വൈ എന്ന് തന്നെയാണ് അതിനകത്തും ആ നാമം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ അമ്മേ, ആ സാക്ഷാൽ ശിവന്റെ ആ ക്രോധാഗ്നിയിൽ നിന്ന് ജ്വാലസമൂഹത്താൽ എരിഞ്ഞിരിക്കുന്നതായ ശരീരത്തോടു കൂടിയിരിക്കുന്ന കാമദേവൻ ആ അമ്മയുടെ നിന്തിരുവടിയുടെ അമ്മയുടെ ഗംഭീരമായിരിക്കുന്ന വളരെ സ്നിഗ്ധ വൃത്താകൃതിയിലുള്ള വളരെ മനോഹരമായിരിക്കുന്ന ആ നാഭി, ആ സരസ്സാകുന്ന നാഭിയിലേക്ക് കൃതസംഗ എന്നാണ്, അതിൽ മുങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ആ നാഭിയിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ചെറിയ പുകകളുണ്ടായി. ആ ധൂമവർണം, ആ ശ്യാമവർണമായിരിക്കുന്ന പുകകള് അതിനെ അമ്മയുടെ രോമാവലിയായിട്ട്, എങ്ങനെ കാമദേവൻ എടുത്തു ചാടിയിരിക്കുന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന പുകകളിൽ നിന്നും. അപ്പൊ കാമദേവൻ എന്താണ്, കാമത്തെ ജനിപ്പിക്കുന്നതാണ്. അപ്പൊ അമ്മയുടെ ആ ഉദരഭാഗത്തെ സ്മരിച്ചാൽ മനുഷ്യന് ആഗ്രഹമുള്ള എല്ലാ കാമനകളും നടക്കുന്നു എന്നും കൂടെ ഒരു അർത്ഥം ഇവിടെ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷാ ഗഭീരേ തേ നാഭി സരസികൃത സംഗോ മനസിജ സമുത്തസ്ഥൗ. അപ്പം സമുത്തസ്ഥൗ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പൊങ്ങി വന്നിരിക്കുന്ന സമുത്തസ്ഥൗ തസ്മാത് അജലതനയേ ധൂമലതികാ ജനസ്ഥാം ജാനീതേ ജനനി തവ രോമാവലിരിതി. ചൊല്ലി നോക്കാം. അതിന്റെ അർത്ഥം എന്തെങ്കിലും അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. വാക്കുകളുടെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹരക്രോധജ്വാലാവലിഭിരബലീടേന വപുഷാ. ചൊല്ലിക്കോളൂ. സന്തോഷം പറ്റിയല്ലോ. അവലീടേന എന്നാണ്. അവലീടേന എന്ന് പറഞ്ഞാൽ നക്കപ്പെട്ട, വ്യാപിക്കപ്പെട്ട, വിഴുങ്ങപ്പെട്ട എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്തിനാൽ നക്കപ്പെട്ട, എന്തിനാൽ വ്യാപിക്കപ്പെട്ട, എന്തിനെ കൊണ്ടാണ് വിഴുങ്ങപ്പെട്ടത്? ഹരക്രോധജ്വാല. ആ ഹരന്റെ ക്രോധം, ദേഷ്യമാകുന്ന, ദേഷ്യത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന, ത്രിനേത്രത്തിൽ നിന്നും വന്നിരിക്കുന്ന. അപ്പൊ ഹരൻ കോപം വന്നാൽ എന്ത് നോക്കും? ത്രിനേത്രം തുറക്കുന്നു. ആ ത്രിനേത്രത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന കോപാഗ്നി, ആ അഗ്നിയാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ശരീരത്തോടു കൂടിയ അതാണ് ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ. വപുഷ ശരീരം. ചൊല്ലു. ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസിജ.
സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അപ്പൊ എന്താണ്? സാക്ഷാൽ പരമശിവന്റെ കോപത്തിന് പരിഹാരം മറ്റൊന്നുമില്ല, സാക്ഷാൽ പാർവതി ദേവി തന്നെയാണ് എന്ന്. അപ്പൊ സാക്ഷാൽ പരമശിവന്റെ കോപത്തിനും പരിഹാരം മറ്റൊന്നുമില്ല. എന്താണ്? ആപത് കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം എന്ന് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെയാണ് ദേവിയെ തന്നെ ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പരമശിവന്റെ കോപത്തിന് അടിമപ്പെടുന്നവർക്കും ശരണം ദേവി മാത്രമാണ് എന്നും കൂടി ഈ ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ അഗ്നിജ്വാലകൾ കാമദേവനെ നക്കിയെടുത്ത് ദേവിയുടെ നാഭിയിൽ ചെന്നിരുന്ന് കഴിഞ്ഞ് അനങ്കനായിട്ടുണ്ടാകാനും താരാദേവിക്ക് രതീദേവി താരയല്ല രതീദേവിക്ക് മാത്രം കാണുവാൻ ഉള്ള വപുസ്സായിട്ട് തീരുകയും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും എല്ലാം നിറവേറ്റി കൊടുത്തു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദേവിയുടെ നാഭി എന്ന് പറയുന്നത് എല്ലാ കോപങ്ങൾക്കും എല്ലാ താപങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഉതകുന്ന ഒന്നാണ്. നാം ഇതിനു മുമ്പും പറഞ്ഞു, ദേവിയെ പൂർണ്ണമായിട്ട് കണ്ട് സ്തുതിക്കുവാനാകാത്ത ഒരു ഉത്തമനായ ഒരു ഉപാസകന് ശരീരഭാഗങ്ങളും കണ്ട് വർണ്ണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറയുകയുണ്ടായി, ഇല്ലേ? നമ്മൾ ശ്രീചക്രത്തെക്കുറിച്ചൊക്കെ പറയപ്പോഴും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരിക്കുന്നത് എന്താണ്? പരമശിവന്റെ കോപത്തിന് പോലും സമാധാനം ദേവി തന്നെ. കുട്ടിയായിരിക്കുമ്പോൾ അമ്മമാരുടെ സാരിയിൽ പിടിച്ച് നമ്മളൊക്കെ നടക്കാറില്ലേ? അത് തന്നെ ഉത്തരം. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലി നോക്കാം. അത് കഴിഞ്ഞ് 77ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഒന്നുകൂടെ ചൊല്ലിക്കോളൂ, എല്ലാവരും ചൊല്ലണം. ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷാ ഗഭീരേ തേനാഭി സരസി കൃതസംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാദജലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അപ്പൊ ദേവിയുടെ എന്തോ പറഞ്ഞോ? അപ്പൊ ദേവിയുടെ ശ്രീദേവിയുടെ ഉദരഭാഗത്തുള്ള രോമാവലിയാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ നാം വർണ്ണിച്ചത്. അപ്പം അതിന് ദേവിയുടെ ഉദരഭാഗത്തെക്കുറിച്ചും അവിടെയുള്ള രോമാവലിയെക്കുറിച്ചും ഇനി വീണ്ടും വരുന്നത് വീണ്ടും ശ്രീദേവിയുടെ ഉദരപ്രദേശത്തുള്ള രോമാവലിയെക്കുറിച്ച് തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. എന്താണെന്ന് നോക്കാം. 77 യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധയാം എന്നാണ്. യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശദിവനാഭിം കുഹരിണീം. ഇവിടെ ദേവിയെ ശിവേ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. എന്താണ്? സർവമംഗളകാരിയാണ്, അല്ലെ? ശിവം സർവമംഗളമാണ്. അപ്പൊ ശിവേ സർവമംഗളകാരിയായിരിക്കുന്ന അമ്മേ എന്നാണ് ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ശിവേ ജനനി എന്നാണ്. ജനനി അമ്മ. അല്ലയോ അമ്മേ, സർവമംഗളകാരിയായിരിക്കുന്ന അല്ലയോ അമ്മേ, തവ എന്താണ്? കൃഷേ മധ്യേ. അപ്പൊ യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ. അപ്പൊ കൃഷേ മധ്യേ അമ്മയുടെ മധ്യം. എങ്ങനെ? കൃഷേ മധ്യേ. കൃഷം വളരെ ഒതുങ്ങിയിരിക്കുന്ന, വളരെ മെലിഞ്ഞിരിക്കുന്നതായിട്ടിരിക്കുന്ന
മധ്യഭാഗത്ത്, അപ്പൊ വയറുഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്, ഉദരഭാഗത്തെ കുറിച്ചാണ്. അമ്മയുടെ വളരെ ഒതുങ്ങിയിരിക്കുന്ന കൃശമായിരിക്കുന്ന ആ മധ്യഭാഗത്ത് എന്താണ് യഥേത്, യഥേതത് എന്ന് വെച്ചാൽ എന്താണ്, യാതൊന്നാണോ, എന്താണ്, കാളിന്തി തനു തര തരംഗാകൃതി എന്നാണ്. അപ്പൊ കാളിന്തി തനുതര, കാളിന്തി നദിയുടെ അതിസൂക്ഷ്മമായ കറുപ്പ് നിറമുള്ള, പിന്നോ തരംഗാകൃതി, തരംഗം എന്ന തിരമാലകള്. അപ്പൊ കാളിന്തി നദി ചെറുതായിട്ട് കൃഷ്ണവർണ്ണമാണ്. അപ്പൊ അങ്ങനെയുള്ള കാളിന്തി നദിയിൽ ഉണ്ടായിരിക്കുന്ന തരംഗങ്ങൾക്കോ അതിനും കൃഷ്ണവർണ്ണമാണ്. വളരെ ചെറിയ ഓളങ്ങൾ, ആ തരംഗങ്ങൾ, തിരമാലകള് കാളിന്തി നദിയിൽ ഉണ്ടായിരിക്കുന്ന ആ തിരമാലയുടെ ആകൃതിയിൽ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുധയാ എന്നാണ്. കിഞ്ചിത് യാതൊരു, യാതൊന്നാണോ, അല്ലെങ്കിൽ യാതൊരു വസ്തുവാണോ, കിഞ്ചിത് യാതൊന്നാണോ എന്നാണ് ചോദ്യം. യാതൊന്നാണോ, തിരമാലയുടെ ആകൃതിയിൽ യാതൊന്നാണോ, സുധിയാം യദ്ഭാതി എന്നർത്ഥം. തവ യദ്ഭാതി സുധിയാം. അപ്പൊ യദ്ഭാതി സുധിയാം, ഭക്തന്മാർക്ക്, അമ്മയുടെ ആ ഭക്തന്മാർക്ക്, സുധിയാം യദ്ഭാതി, എങ്ങനെയാണ് ഭാതി എന്ന പ്രകാശം, എങ്ങനെയാണോ പ്രകാശിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണോ കാണുവാൻ സാധിക്കുന്നത്, എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ മഹർഷിമാരെല്ലാം തന്നെ മനസ്സിൽ കാണുകയാണ്. വേദങ്ങൾ ചൊല്ലുമ്പോൾ നിനക്ക് കാണാതെ അറിയാവോ എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ സൂക്തങ്ങൾ ചൊല്ലുമ്പോഴും വേദങ്ങൾ പറയുമ്പോൾ ചൊല്ലുമ്പോഴൊക്കെ തോന്നുമോ എന്ന് ചോദിക്കാറുള്ളൂ. ഉപനയനം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞാൻ സൂക്തം ചൊല്ലാം, ഏതാണ്, നാരായണ സൂക്തം ചൊല്ലിക്കോളൂ, നാരായണ സൂക്തം കുഞ്ഞിന് തോന്നുമോ എന്ന് ചോദിക്കാറുള്ളൂ. അറിയുമോ, ചൊല്ലാമോ, കാണാതെ അറിയാമോ, തെറ്റുവരുമോ എന്നും ചോദിക്കും. തോന്നുമോ എന്ന് തോന്നാറുള്ളൂ. അപ്പൊ യദ്ഭാതി സുധിയാ, മനസ്സിൽ പ്രകാശിക്കണം. അപ്പൊ മനസ്സിൽ പ്രകാശിക്കുന്നു ആർക്ക്, യാതൊരു ഭക്തനാണോ, അപ്പൊ സദ്ഭാവനയുള്ള ഭക്തന്മാർക്ക് മാത്രമേ അമ്മയുടെ ആ കൃശമായിരിക്കുന്ന മധ്യഭാഗത്തെ അവിടെയുള്ള എങ്ങനെ തനുതര തരംഗാകൃതി, ആ കാളിന്തി നദിയുടെ, കാളിന്തി തനുതര തരംഗാകൃതി, കാളിന്തി നദിയിൽ ഉണ്ടാകുന്ന, കാളിന്തി നദി ചെറിയ കാളിയ വർണ്ണമാണല്ലോ, മേഘശ്യാമളമാണ്, മേഘത്തിന്റെ വർണ്ണമാണ്. അങ്ങനെയുള്ള ആ വർണ്ണത്തോടു കൂടിയുള്ള കാളിന്തി നദിയിൽ ഉണ്ടാകുന്ന തിരമാലകൾക്കും ആ വർണ്ണമാണ്. പക്ഷെ ചെറിയ ചെറിയ തിരമാലകൾ, അതാണ് ഈ രോമാവലികളായിട്ടിരിക്കുന്നതെന്നാണ്. സുധിയാം യദ്ഭാതി, അപ്പൊ സുധിയാം യദ്ഭാതി, ഭക്തന്മാർക്ക് പ്രകാശിക്കുന്നത്, കാണപ്പെടുന്നത് അതെന്താണ്, കുജകലശയോരന്തരഗതം വിമർദ്ദാതന്യോന്യം, കുജകലശയോരന്തരഗതം, കുജകലശയോരന്തരഗതം എന്ന് പറഞ്ഞാൽ കുജകലശങ്ങളുടെ, അമ്മയുടെ ആ സ്ഥലങ്ങളുടെ ഇടയ്ക്കുണ്ടാകുന്ന, മധ്യഭാഗത്തുണ്ടാകുന്ന ഒരു, അതിനെയാണ് വിമർദ്ദാതന്യോന്യം. അപ്പൊ അമ്മയുടെ ആ സ്ഥലങ്ങൾ രണ്ടുടെ വലിപ്പം കാരണം അതിനെക്കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി അല്ലേ, ഗണപതി തലയിൽ തൊട്ട് നോക്കുന്നതും അങ്ങനെയുള്ള വർണ്ണനകളും ഒക്കെ ഒരുപാടുണ്ടായി. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ആ മധ്യഭാഗം, അതിനെയാണ് ഇവിടെ ആകാശം എന്ന് പറയുന്നത്. വ്യോമം, തനുഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. അപ്പൊ അതിസൂക്ഷ്മമായി തീർന്ന ആ ആകാശം എന്താണ്, അപ്പൊ സ്പേസ് ഇല്ല എന്നർത്ഥം. അമ്മയുടെ ഇവർ രണ്ട് സ്ഥലങ്ങൾക്കും ഇടയ്ക്കുമുണ്ടാകുന്ന കുജകശലങ്ങളുടെ മധ്യഭാഗത്തുണ്ടാകുന്ന ആ ഒരു സ്പേസ്, അല്ലെങ്കിൽ അതിനെയാണ് ആകാശം. അതില്ലാതെ, കാരണം എന്താണ്, വിമർദ്ദാതന്യോന്യം, അവിടെ ഒട്ടും സ്ഥലമില്ല, അവ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കിടക്കുന്നത് കൊണ്ട്, സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന അത് ആകാശം. ആ ആകാശം പരസ്പരം വിമർദ്ദാതന്യോന്യം, വിമർദ്ദനം കൊണ്ട് കുഹരിണിം നാഭിം എന്നാണ്. കുഹരിണീം നാഭിം പ്രവശദിവ, പ്രവേശദിവ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചതുപോലെ. എവിടെ, കുഹരിണീം, കുഹരിണീം എന്നാൽ കുഴിഞ്ഞ നാഭിയിലേക്ക്, ഒരു കുഴിയിലേക്ക്, ഒരു ഗർത്തത്തിലേക്ക്, അതാണ് കുഹരിണീം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗർത്തത്തിലേക്ക്, കുഴിഞ്ഞ നാഭിയിലേക്ക്. അപ്പം നേരത്തെ പറഞ്ഞു രോമാവലിയായിട്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു, രോമാവലിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. എങ്ങനെയാണ് പറഞ്ഞത്, സമുത്തസ്ഥൗ തസ്മാത് ജലതനേ ധൂമലതിക എന്നാണ്. ധൂമലതികയായിട്ട്, ലതിക വള്ളി പോലെ അമ്മയുടെ ആ ഉദരഭാഗത്ത് നിന്നും ആ രോമാവലിയായിട്ട് വളരെ ഈ പുക ഉയരുന്ന പോലെ, ചെറിയ പുക പോലെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ വീണ്ടും പറഞ്ഞത് എന്താണ്, അത് എങ്ങനെയാണ്, ആ പുകകള് നേർത്ത കാളിന്തി നദിയിൽ ഉണ്ടാകുന്ന തരംഗങ്ങളെ പോലെ, പക്ഷെ കാളിന്തിയുടെ നിറമാണ്, ചെറിയ മേഘവർണ്ണമാണ്. അങ്ങനെയുള്ള കാളിയ വർണ്ണത്തോടുകൂടി ചെറിയ ചെറിയ തരംഗാകൃതിയില്, ചെറിയ ഓളങ്ങൾ പോലെ. അപ്പൊ അത് എങ്ങനെയാണ്, പക്ഷെ മുകളിലോട്ടാണെങ്കിൽ പോലും അമ്മയുടെ കുജകലശങ്ങൾക്ക് അന്തരമില്ലാത്തത് കൊണ്ടും വിമർദ്ദാതന്യോന്യം പരസ്പരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത് കൊണ്ടും ഇടയ്ക്കുള്ള ആകാശം
താഴേക്കിറങ്ങിപ്പോയി. തനുഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണിയും. അങ്ങനെയുള്ള ആകാശം താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് അമ്മയുടെ നാഭിയിലേക്ക് പ്രവേശിച്ച പോലെ ഒരു തോന്നൽ ഇവിടെ ഉണ്ടാകുന്നു എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ശോഭിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. തോന്നും വണ്ണം ശോഭിക്കുന്നതായിട്ടാണ്. അതാണ് ഇവിടെ പ്രവശദിവ നാഭിം കുഹരിണിയും. പ്രവശദിവ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പ്രവേശിച്ച് അല്ലെങ്കിൽ പ്രകാശിക്കുന്നു, പ്രവേശിച്ചിട്ട് പ്രകാശിക്കുന്ന പോലെ അതിനെ തോന്നുന്നു എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്. അപ്പൊ സർവമംഗളകാരിണിയായിരിക്കുന്ന അല്ലയോ അമ്മേ, കാളന്തി നദിയുടെ അതിസൂക്ഷ്മമായിരിക്കുന്ന ആ തരംഗങ്ങള്, കാളിയവർണ്ണമുള്ള ആ തരംഗങ്ങള്, അങ്ങനെയുള്ള അമ്മ നിന്തിരുപടിയുടെ ആ കൃശമായ മധ്യപ്രദേശത്തിലേക്ക്, അപ്പോൾ സാമുദ്രിക ശാസ്ത്രത്തിലൊക്കെ പറയുന്നതായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്, ഉത്തമമായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സൗന്ദര്യവതികളായ സ്ത്രീകളുടെ മധ്യഭാഗം, ഉദരഭാഗം വളരെ നേർത്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള, അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ശ്ലോകത്തിൽ പഠിച്ചു. എന്താണ്? കൊണത്, 7ാമത്തെ ശ്ലോകം. കൊണത് കാഞ്ചീദാമാ കരികലത കുംഭസ്തനനത പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം ശ്രീണിമവിദധാന കരതലൈ പുരസ്താദാസ്ഥാന പുരമതിദുരാ അഹോ പുരുഷിക. നമ്മൾ പറഞ്ഞു എന്താണ്? കുണക്കാഞ്ചീദാമാകരികലത കുംഭസ്തനണത. അപ്പൊ കുംഭത്തിന്റെ, കളഭത്തിന്റെ, ആനയുടെ മസ്തകം പോലെയുള്ള അമ്മയുടെ കുചകശലങ്ങൾ, അതോടൊപ്പം തന്നെ കുണക്കാഞ്ചീദാമാകരികലത കുംഭസ്തനണത പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന. വളരെ പരീക്ഷീണമായിരിക്കുന്ന മധ്യഭാഗം വീട് ഉദരം എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള ആ ഉദരം പ്രപഞ്ചത്തിനെ മുഴുവൻ അതിൽ നിലനിൽക്കുന്നു എന്ന വാസ്തവവും കൂടി ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. അപ്പൊ അത് ദുർബലമല്ല, മനോഹരമാണ്, പക്ഷെ പ്രപഞ്ചത്തെ മുഴുവൻ അതിൽ ഉൾക്കൊള്ളുന്ന ഒന്നും കൂടിയാണ് എന്ന് അതിസൂക്ഷ്മമായ ഒരു തത്വം കൂടി അതിനകത്തുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ സർവമംഗളകാരിണിയായിരിക്കുന്ന അല്ലയോ അമ്മേ, യഥേതത്കാളിന്തി തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. അപ്പൊ സർവമംഗളകാരിണിയായിരിക്കുന്ന അല്ലയോ ശിവേ, അല്ലയോ അമ്മേ, ആ കാളന്തി നദിയുടെ അതിസൂക്ഷ്മ തരംഗങ്ങളുടെ ആകൃതിയിലുള്ള യാതൊന്ന് നിന്തിരുപടിയുടെ ആ കൃശമായ മധ്യഭാഗത്ത്, പിന്നീട് എങ്ങനെയാണ് മധ്യപ്രദേശത്ത്, എങ്ങനെയാണ്? യദ്ഭാതിസുധിയാം എന്നാണ്. എല്ലാവർക്കും ഒന്നും കാണാനൊക്കത്തില്ല. യദ്ഭാതിസുധിയാം, സുധികളായ ഭക്തന്മാർക്ക് മാത്രം, ഉത്തമന്മാരായിരിക്കുന്ന സദ്ബുദ്ധികളായിരിക്കുന്ന ഭക്തൻ, സദ്ബുദ്ധിയും കൂടെ ആവണം. അതാണ് ഉത്തമന്മാരായിരിക്കുന്ന സദ്ബുദ്ധികളായിരിക്കുന്ന, അതാണ് സുധിയാം, ശുദ്ധികളായിരിക്കുന്ന ആ ഭക്തന്മാർക്ക് മാത്രം കഴിയത്തക്കവണ്ണം പ്രകാശിക്കുന്നുവോ എന്നുള്ളതാണ്. യദ്ഭാത് സുധിയാം, അത് നിന്തിരുവടിയുടെ വിമർദാദന്യോന്യം കുജകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. അത് നിന്തിരുവടിയുടെ അമ്മയുടെ ആ കുജകലശങ്ങൾക്ക് അവയുടെ പരസ്പരമായിരിക്കുന്ന വിമർദ്ദനം കൊണ്ട് അതിസൂക്ഷ്മമായി ഇടയ്ക്കുണ്ടായിരിക്കുന്ന ഒരു ആകാശം, അല്ലെങ്കിൽ ആ സ്പേസ്, അതിനെ ആകാശം എന്നാണല്ലോ പറയുന്നത്. കുടത്തിനകത്തും ആകാശമുണ്ട്. അപ്പൊ എവിടേക്കാണോ സ്പേസ് ഉള്ളതെല്ലാം ആകാശമാണ്. അതിസൂക്ഷ്മമായി ഭവിച്ചിരിക്കുന്ന ആ ആകാശം കുഹരിണിയായിരിക്കുന്ന, എങ്ങനെ സ്പഷ്ടമായി, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു സ്നിഗ്ധവർണ്ണം, സ്നിഗ്ധമാണ് എന്ന്. അതുകൊണ്ടാണ് പരിപൂർണതയാണ്, ഗഭീര എന്നുള്ള വാക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ ഉപയോഗിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുഹരിണി എന്നാണ്. അങ്ങനെയുള്ള ഒരു 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 കുഴിയിലേക്ക്, നാഭിയിലേക്ക്, കുഴിയിലേക്ക് പ്രവേശിക്കുന്ന വണ്ണം തോന്നുമാറായിരിക്കുന്നു എന്നാണ്. അപ്പം എങ്ങനെയാണ്? നീലവർണ്ണത്തിൽ, അതിന് നീലവർണ്ണത്തിൽ ഒരു ആകാശം ദേവിയുടെ നാഭിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ആകാശത്തെ ഞെരുക്കി അരച്ച് അതിസൂക്ഷ്മമായിട്ട് തീർത്ത്, അതാണ് തനുഭൂതത്തെ. ആകാശത്തിന് പ്രവേശിക്കുവാൻ അവിടെ മാറത്ത് സ്ഥലമില്ല. അതുകൊണ്ട് കുഹരിണിയായിരിക്കുന്ന നാഭിയിലേക്ക് പ്രവേശിക്കുന്നുവെന്നും തോന്നവണ്ണം എന്ത് ആ രോമാവലി ശോഭിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. പിന്നീടോ തവ യദ്ഭാതി സുധിയാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പ്രയോഗം കൊണ്ട് സദ്ബുദ്ധികളായിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിൽ മാത്രമേ
ഇങ്ങനെ ദേവിയെ ഒന്ന് കാണുവാൻ സാധിക്കുകയുള്ളൂ, ദേവിയുടെ ഉദരഭാഗത്തെ ഒന്ന് കാണുവാൻ പറ്റുന്നുള്ളൂ. അത്ര പവിത്രമാണ് ദേവിയുടെ ഉദരഭാഗം എന്നും കൂടെ പറഞ്ഞു വരുത്തുന്നുണ്ട്. അപ്പോ വീണ്ടും ഇത് തന്നെ ലക്ഷരോമലദാധാരദാസ മുന്നേ മധ്യമാ എന്ന് നമ്മൾ സനഭാരദളൻ മധ്യ പട്ടബന്ധബലിത്രയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അതിനകത്ത് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം ഏതെങ്കിലും. യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുതിയാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. ചൊല്ലിക്കോളൂ. യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ. ചൊല്ലു. കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധിയാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. കുഹരിണിന്റെ കുഹരമുള്ളത്, കുഹരം ദ്വാരം കേട്ടോ, അല്ലെങ്കിൽ കുഴി. എന്തോ കിണർ. ദ്വാരമുള്ളതിനാണ് സംസ്കൃതത്തില് കിണറുമൊക്കെ ആവാം. നമ്മുടെ ഇപ്പൊ ഇവിടെ കുളം പോലെയായി, ഇവിടെ സരസ്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ആ നാഭി സരസ്സായിട്ട് പറഞ്ഞിരിക്കുന്നു. ഗഭീരേതേ നാഭി, അതിനകത്ത് എടുത്തു ചാടി എന്നാ പറയുന്നത് അല്ലേ. അതുപോലെ വളരെ സ്നിഗ്ധവൃത്താകൃതിയാണ് എന്ന് ഗഭീര എന്നുള്ള വാക്കുകൾ കൊണ്ട്, ഗഭീര എന്നുള്ളത് കൊണ്ട് സ്നിഗ്ധവൃത്താകൃതിയാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ചൊല്ലി നോക്കാം ഒന്നുകൂടെ. യദേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ. ചൊല്ലിക്കൊണ്ടേ. കൃഷേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധിയാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം. അപ്പോ ഈ വീണ്ടും നാഭിയെ കുറിച്ച് തന്നെയാണ് അടുത്ത 78ാമത്തെ ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. സ്ഥിരോ ഗംഗാവർത്ത തനമുകുല രോമാവലിലത കലാവാലം കുണ്ടം കുസുമശര തേജോഹുതഭുജ. എന്താണ്? സ്ഥിരോ ഗംഗാവർത്ത തനമുകുല രോമാവലിലത കലാവാലം കുണ്ടം കുസുമശര തേജോഹുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു? അപ്പോൾ നോക്കൂ, ഓരോ ശ്ലോകങ്ങളിലും ദേവിയെ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് പല പല രീതിയിലാണ്. ഈ 76ാമത്തെ ശ്ലോകത്തില് അചലതനയെ എന്ന് വിളിച്ചു. രണ്ടാമത്തില് 77 ശിവേ എന്നാണ് വിളിച്ചത്. ഇവിടെ എങ്ങനെയാണ് ദേവിയെ പറയുന്നത്? ഗിരിശനയനാനാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രതേർലീലാകാരം കിമപിതപിതാഭിർ ഗിരിസുതേ. വീണ്ടും പർവ്വതപുത്രി. ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലേ. ആ ഗിരിസുതേ, പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ അമ്മേ, അല്ലയോ ദേവി എന്നാണ്. തവ എങ്ങനെ? തവ നാഭിർ ഗിരിസുതേ. അമ്മയുടെ നാഭിയെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ആ നാഭി, നിന്തിരുവടിയുടെ നാഭി എങ്ങനെയുള്ളതാണ്? സ്ഥിരോ ഗംഗാവർത്ത. ഗംഗാവർത്തം, ഗംഗയിലെ സ്ഥിരമായി നിൽക്കുന്ന
ചുഴികളെ പോലെ. സാധാരണ ഒഴുക്കുള്ള വെള്ളത്തിൽ ചുഴി ഒരിടത്ത് നിൽക്കുവാൻ പറ്റുമോ? അത് പറ്റുകയില്ല. പക്ഷേ അപ്പൊ ഗംഗാനദിയിലോട്ട് ഒട്ടും പറ്റുകയില്ല. അങ്ങനെ അത്ര ക്രോധമായിട്ട് ഒഴുകുന്ന ഗംഗാനദിയിലെ ദേവിയുടെ നാഭിയില് ഈ ശ്ലോകത്തിലെ പല കാര്യങ്ങളും ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. 4 വരികളിലും പല പല കാര്യങ്ങളാണ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേവിയുടെ നാഭിയെ ഗംഗാനദിയിലെ ചുഴിയുമായിട്ടാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ എങ്ങനത്തെ ചുഴിയാണ്? സ്ഥിരമായിട്ടുള്ള ചുഴിയായിട്ടാണ്. അപ്പൊ അത് മാറിപ്പോകുന്നേ ഇല്ല, ഒരിടത്ത് നിൽക്കുകയാണ് ദേവിയുടെ. അപ്പം സാധാരണ ഗംഗയിൽ കുളിക്കുന്നത് വളരെ പുണ്യമായിട്ടാണ്, അല്ലെ? മോക്ഷദായകമാണ് ഗംഗാനദി. അപ്പൊ ആ അമ്മയുടെ ഉദരഭാഗത്തെ ഗംഗാനദിയായിട്ടും അമ്മയുടെ നാഭിയെ ഗംഗയിലെ സ്ഥിരമായിരിക്കുന്ന ചുഴിയായിട്ടും, അപ്പൊ അതിനകത്ത് എടുത്തു ചാടിയിരിക്കുന്ന സ്മരന്റെ ആ കാമദേവൻ എന്താണ്? പൂർണ്ണമായിട്ടും പുണ്യത ലഭിച്ചില്ലേ? അപ്പൊ അമ്മയുടെ ആ നാഭിയെ ആലോചിച്ച് കണ്ടുകൊണ്ടുള്ള നല്ല ഭക്തന്മാർക്ക്, എങ്ങനെയുള്ള ഭക്തന്മാർക്ക്? യദ്ഭാതി സുധികളായിരിക്കുന്ന ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു വരി. ഓരോ വരിക്കും ഓരോ അർത്ഥമാണ് ഇവിടെ. സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുല രോമാവലിലതാം. അപ്പൊ ഗംഗാവർത്തത്തിലെ സ്തനമുകുല രോമാവലിലതാ കലാവാലം എന്നാണ്. അപ്പോ സ്തനമാകുന്ന എന്താണ്? വയറിൽ നിന്നും മുകളിലോട്ട് വള്ളികളായിട്ട് അമ്മയുടെ തരംഗാകൃതിയിലുള്ള, എങ്ങനെ? കാളന്തി നദിയിലെ തിരമാലകളുടെ അങ്ങനെയുള്ള തരംഗങ്ങൾ പോലെ അമ്മയുടെ ഉദരഭാഗത്തു നിന്നും മുകൾ ഭാഗത്തേക്ക് രോമാവലികൾ ഉണ്ടാകുന്നു. ആ രോമാവലിയുടെ അറ്റത്തായിട്ട് മുട്ടുകളെ പോലെ അമ്മയുടെ കുജകലശങ്ങള്, ആ സ്തനങ്ങള് കാണുമാറാകുന്നു എന്നാണ്. സ്ഥിരം ഗംഗാവർത്ത സ്തനമുകുല രോമാവലിലത. ആ ലത എന്നാൽ വള്ളി, ആ രോമങ്ങളാകുന്ന വള്ളി മുകളിലെത്തിയിട്ട് ആ 2 സ്തനങ്ങളും ആ വള്ളിയിലുണ്ടാകുന്ന മുട്ടുകൾ പോലെ ശോഭിക്കുന്നു എന്നാണ്. നമ്മൾ സാധാരണ വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം മുല്ല ആണെങ്കിലും അങ്ങനെയല്ലേ, മുല്ലമാലകൾ വന്നു അതിന് മുകളിൽ പൂവുണ്ടാകുന്നു, അങ്ങനെയുള്ള സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത്. സ്തനമുകുല രോമാവലിലത കലാവാലം. പിന്നീടോ കലാവാലം കുണ്ടം കുസുമശരതേജോഹുതഭുജാം. പിന്നീട് കുസുമശരൻ ആരാണ്? ആ കാമദേവൻ. ആ കാമദേവനെ എങ്ങനെ? തേജസ്സാകുന്ന അഗ്നി ആ വസിക്കുന്ന കുണ്ടമാണോ എന്ന്. കാരണം എന്താണ്? കാമദേവൻ ഇതിലേക്ക് എടുത്തുചാടി, അല്ലേ? കാമദേവനെ അഗ്നിക്കിരയാക്കിയപ്പോൾ ദേവിയുടെ നാഭിയിലേക്ക് എടുത്തുചാടി, ആ സരസിലേക്ക് എടുത്തുചാടി. അപ്പോൾ അത് ആദ്യം ഗംഗാവർത്തത്തിലെ സ്ഥിരമായിട്ടുള്ള ചുഴിയാണോ? അതിൽ നിന്നും ഉണ്ടാകുന്ന, നാഭിയിൽ നിന്നും ഉണ്ടാകുന്ന, രോമലതികളിൽ നിന്നും ഉണ്ടാകുന്ന ആ സ്ഥലങ്ങള് മുല്ലമുട്ടുകളാണോ? അത് മാത്രമല്ല, അമ്മയുടെ കലാവാലം കുണ്ടം കുസുമശരതേജോഹുതഭുജ. ആ കുസുമശരതേജോഹുതഭുജ കാമദേവന്റെ തേജസ്സാകുന്ന അഗ്നി വസിക്കുന്ന ഹവനകുണ്ടമാകുന്നു എന്നാണ്. പിന്നീടോ രഥേർ ലീലാകാരം കിമപിതവിനാഭിർഗിരിസുതേ. രഥേ എന്ന് പറഞ്ഞാൽ രതിദേവി. നേരത്തെ നമ്മൾ പറഞ്ഞു ഇല്ലേ, 5ാമത്തെ ശ്ലോകത്തില് ഞാൻ പറയുകയുണ്ടായി, എന്താണ്? സ്മരോപിത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാം. അപ്പൊ കാമദേവനെ കണ്ണുകൊണ്ട് കാണുവാൻ രതിനയനലേഹ്യേന വപുഷ. ലേഹ്യം എങ്ങനെയാണ്? നക്കിയെടുക്കുകയാണ്. അപ്പൊ ഈ നയനം കൊണ്ട് ലേഹമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവി, ആ രതിദേവി സാക്ഷാൽ കാമദേവന്റെ ശരീരത്തെ ദേവിക്ക് മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ. ആ കണ്ണുകൊണ്ട് ദേവിയുടെ നയനങ്ങൾ കൊണ്ട് ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ രതീദേവിയുടെ ദൃഷ്ടി എവിടെയാണ്? സാക്ഷാൽ ദേവിയുടെ നാഭിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലീലാകാരം. രതീദേവിയുടെ കേളീഗ്രഹമാണ്. കാരണം കാമദേവൻ അവിടെയാണ് ഇരിക്കുന്നത്. ആ കാമദേവനിലേക്കാണ് രതീദേവിക്ക് മാത്രമേ കാമദേവനെ കാണുവാനും സാധിക്കുന്നുള്ളൂ. രതീദേവിയുടെ ദൃഷ്ടി എപ്പോഴും അമ്മയുടെ ഉദരഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് രഥേർലീലാകാരം, ആ രതീദേവിയുടെ കേളീഗ്രഹമാണ് എന്ന് പറഞ്ഞു. കിമപിതവിനാഭിർഗിരിസുതേ, അമ്മയുടെ നാഭി. പിന്നീടോ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനം വിജയതേ. ഗിരിശനാരാണ്? ശിവൻ. നയനാനാം, ആ ശിവന്റെ കണ്ണുകൾക്ക് പിന്നെ എന്താണ്? ബിലദ്വാരം സിദ്ധേർ എന്നാണ്. സാക്ഷാൽ പരമശിവന് സിദ്ധേർ, സിദ്ധിക്കുള്ള എന്ത്? ബിലദ്വാരമാണ്. സിദ്ധിക്കുള്ള
ഗുഹാദ്വാരമായിട്ടാണ് എന്നാണ് സിദ്ധി. അപ്പൊ അവിടെയാണല്ലോ ധ്യാനത്തിലിരിക്കുന്നത്, ഒരു ഗുഹയിലിരുന്ന് ധ്യാനിക്കുന്നു എന്നാണ് പരമശിവൻ. അപ്പൊ പരമശിവന്റെ ദൃഷ്ടി, പരമശിവന്റെ ഫോക്കസ്, പരമശിവന്റെ കോൺസെൻട്രേഷൻ പോലും ദേവിയുടെ നാഭിയിലേക്കാണ് എന്നാണ്. അപ്പം ആ കണ്ണുകൾക്ക്, പരമശിവന്റെ കണ്ണുകൾക്ക് അങ്ങോട്ടുള്ള നിന്തിരുവടിയുടെ നാഭിയിലേക്ക് ദൃഷ്ടി ഉണ്ടാകുന്നു. അങ്ങനെ അമ്മയുടെ നാഭി വിജയതേ എന്നാണ്. അതാണ് ഗിലേദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. അങ്ങനെയുള്ള ആ നാഭി വിജയിക്കട്ടെ. അപ്പൊ പർവ്വതപുത്രിയായിരിക്കുന്ന അല്ലയോ ദേവി, നിന്തിരുവടിയുടെ നാഭി ഗംഗാവർത്തം സ്ഥിരേ ഗംഗാവർത്ത എന്നാണ്. ഗംഗാവർത്തത്തിലെ, ഗംഗാനദിയിലെ സ്ഥിരമായിരിക്കുന്ന ചുഴികളെ പോലെയും, പിന്നീടോ സ്തനങ്ങളാകുന്ന 2 പൂമുട്ടകളോട് കൂടിയിരിക്കുന്ന രോമാവലി, താഴേക്ക് ആ ലതയ്ക്ക് മുകളിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ആ ലതയ്ക്ക് സ്തനങ്ങളാകുന്ന 2 പൂമുട്ടുകള്, പിന്നീടോ എന്താണ്, കലാവാലം കുണ്ടം കുസുമശരതേജോഹുതഭുജ, ആ സാക്ഷാൽ മന്മഥന്റെ, ആ കാമദേവന്റെ തേജസ്സാകുന്ന അഗ്നിയെ ധരിച്ചിരിക്കുന്നതായിരിക്കുന്ന അഗ്നികുണ്ഡമായിട്ടും, പിന്നീടോ രതീദേവിയുടെ രതേർ ലീലാകാരം, ആ രതീദേവിയുടെ കേളീഗ്രഹമായിട്ടും, കിമപിതപിതാഭിർഗിരിസുതേ, അതിലെല്ലാം ഉപരി ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. അപ്രകാരമായ എങ്ങനെ ഗിരിശനയനങ്ങളുടെ, സാക്ഷാൽ പരമശിവന് തന്റെ തപസ്സിദ്ധിക്ക് വേണ്ടിയുള്ള, ധ്യാനത്തിന്റെ സിദ്ധിക്ക് വേണ്ടിയുള്ള തപസ്സിദ്ധിക്ക് വേണ്ടി നിന്തിരുവടിയുടെ നാഭി ഗുഹാദ്വാരമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നാഭിയിൽ കുടികൊള്ളുന്നു എന്നാണ് പരമശിവൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേവിയുടെ നാഭി എത്ര പവിത്രപരമാണ് എന്നുള്ളതാണ്. അപ്പൊ അപ്രകാരം അനിർവചനീയമായിരിക്കുന്ന നിന്തിരുവടിയുടെ നാഭി സർവോത്കർഷേണ വിജയിക്കട്ടെ, അല്ലെങ്കിൽ വിജയിക്കുന്നു എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ അതിപോയറ്റിക്കായിട്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ വേറൊന്ന് മറ്റൊന്നുകൂടെ ഉണ്ട്. ശിവന്റെ തപസ്സിദ്ധി എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യസ്വാമികൾ ഒരു എന്താ പറയുക, പരോക്ഷമായിട്ട് നിർദ്ദേശം കൂടെ പറഞ്ഞിരിക്കുന്നു. യോഗേശ്വരനായ ശിവന് വളരെ കാലത്തെ തപസ്സിന് ശേഷം മാത്രമേ ദേവിയുടെ ഉദരഭാഗത്തേക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശിവന്റെ വിഭൂതികളില്ലാത്ത ഒരു സാധാരണ മനുഷ്യന് എത്ര തപസ്സനുഷ്ഠിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, ഇത്ര മനോഹരമായിട്ട്, ഇത്ര പവിത്രമായിട്ടുള്ള നാഭിയെ ദർശിക്കുവാൻ സാധിക്കില്ല എന്ന് ആചാര്യസ്വാമികൾ എന്താണ് മന്ദബുദ്ധികളായ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതും കൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ആചാര്യസ്വാമികൾ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. മുഴുവൻ ഉത്പ്രേക്ഷാലങ്കാരമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അർത്ഥം അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കാം. സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുലരോമാവലിലത. ചൊല്ലിക്കോട്ടെ. സ്ഥിരോ ഗംഗാവർത്ത കലാവാലം കുണ്ടം കുസുമശരതേജോഹുതഭുജ. ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. അപ്പൊ എന്താണ് സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പറയേണ്ട, ഒരൊറ്റ വാക്കുകൾ പറയാം. സത്യത്തില് പുരുഷാർത്ഥങ്ങളെല്ലാം സാധൂകരിക്കുന്ന ഒന്നാണ് ആ ദേവിയുടെ നാഭി എന്നൊരു ഒരു പവിത്ര ഭൂമിയാണ് എന്നാണ്. എന്താണ് ഈ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇല്ലേ? ഇവയെല്ലാം പറഞ്ഞിരിക്കുന്നു. ശിവൻ ധന്യമായിട്ട് ധ്യാനിക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞു. അങ്ങനെ പുരുഷാർത്ഥങ്ങളെല്ലാം സാധൂകരിക്കുന്ന വളരെ പവിത്രമായിരിക്കുന്ന ഒരു ഭൂമിയാണ് ഇത് ദേവിയുടെ ഉദരഭാഗം എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം ദേവിയുടെ ഉദരഭാഗത്താണ് എന്ന് വളരെ മനോഹരമായിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ആചാര്യസ്വാമികൾ. അപ്പോൾ ഈ 3 ശ്ലോകങ്ങൾ എല്ലാവരും ചൊല്ലാവുന്നവരൊക്കെ ഒന്ന് ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കാം, വാക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ജയശങ്കര ജ്യോതിഷേ ചൊല്ലുന്നവർ ചൊല്ലട്ടെ. ചൊല്ലട്ടെ. പിന്നെന്താ ചൊല്ലിക്കൊണ്ട് ധൈര്യമായിട്ട്. ഹരക്രോധജ്വാല വലിഭിരവലീടേന വപുഷാ
ഗഭീരേ തേ നാഭി സരസി ഹൃദസംഗോ മനസിജ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി യഥേതൽ കാളിന്ദി തനുതര തരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചേ ജനനി തവ യദ്ഭാവി സുധിയാ വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാപിം ഗുഹരിണീ സ്ഥിതോ ഗംഗാവർത്ത സ്തനമുകുളരോമാവലിലതാ കലാവാലം കുണ്ടം കുസുമശരതേജോ ഹുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം ഗിരിശനയനാനാം വിജയതേ. വളരെ നന്നായി, നന്ദി. ഈ കലാവാലം എന്ന് പറയുന്നതിന് കേട്ടോ, ആ ഒരു അർത്ഥം ഞാൻ പറഞ്ഞില്ല. കലാവാലം നമ്മൾ തെങ്ങിനൊക്കെ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഇങ്ങനെ തടം എടുക്കത്തില്ലേ, അതാണ് ഈ തടം. അതിനെയാണ് കലാവാലം എന്ന് പറയുന്നത്. എങ്ങനെ കുണ്ടത്തിന് കലാവാലം കുണ്ടം, അഗ്നികുണ്ടത്തിന് യജ്ഞകുണ്ടത്തിന് തടം എടുത്തിരിക്കുന്നത് പോലെ എന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് ജയശങ്കര. ഇനി ആരാ വായിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ സാറ്, ഉണ്ണികൃഷ്ണൻ സാറ് വായിക്കുന്നോ? ശോഭ ചേച്ചി ആരാണ്? ചൊല്ലിക്കോട്ടെ. ഞാൻ വായിക്കാം. ആയിക്കോട്ടെ. ഹരക്രോധജ്വാലാവലിഭിരവലീധേന വപുഷാ ഗഭീരേ തേ നാഭി സരസി ഹൃദസംഗോ മനസിജാ സമുത്തസ്ഥോ തസ്മാത് അജലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനീ തവ രോമാവലിരിതേ യതേതത് കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ ക്ഷേമധ്യേ കിഞ്ചിത് ജനനീ തം യദ്ഭാവി സുധിയാം വിമർദ്ദാദന്യോന്യം കുജകലശയോരന്തർഗതം തനോബോധം വ്യോമ പ്രവിശദിവ നാഭിം കുഹരിണീം സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുളരോമാവലിലിതാ കലാവാലം കുണ്ഡം കുസുമശരതേജോ ഹുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. ഭാരതത്തിന്റെ ഒരു യാജ്ഞിക സംസ്കാരം കൂടെ, നമുക്ക് യജ്ഞ സംസ്കാരം ഉണ്ടല്ലോ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ യജ്ഞ സംസ്കാരം. അതും കൂടി ഇവിടെ പറയുന്നത് ദേവിയുടെ നാഭി എന്തായിരുന്നു? കലാവാലം കുണ്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭാരതത്തിന്റെ യാജ്ഞിക സംസ്കാരം കൂടി ആദിശങ്കരാചാര്യ സ്വാമികൾ നമ്മളിവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജയശങ്കര. ഇനി ആരെങ്കിലും കൂടെ ചൊല്ലാൻ? സാറ് വായിച്ചോണ്ടേ, ഉണ്ണീഷ് സാറ് വായിച്ചോണ്ടേ, സാറ് ചൊല്ലിക്കോട്ടെ. ഹരക്രോധജ്വാലാവലിഭിരവലീഢേന വപുഷാ ഗഭീരേ തേനാഭി സരസി കൃതസംഗോ മനസി ജഹ സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി യതേതത് കാളിന്ദി തനുതര തരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതിസുധ്യാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ
പ്രവിശദിവനാഭിം കുഹരിണീം സ്ഥിരോ ഗംഗാവർത്ത സ്തനമുകുളരോമാവലിലത കലാവാലം കുണ്ഠം കുസുമശരതേജോഹുതഭുജഃ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. ഈ ലളിതാസനാഥി മറ്റൊരു വരിയും കൂടി ഇപ്പോഴും ഓർമ്മ വന്നു എനിക്ക്. എന്താണ് എന്താണ് അയ്യോ, ശൃംഗാരരസ സമ്പൂർണ്ണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രതീദേവിയുടെ കേളിഗ്രഹമാണെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശൃംഗാരമാണ് രതി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അത് ഞാൻ പെട്ടെന്ന് ഇപ്പോഴും ഓർത്തെ. ശൃംഗാരരസ സമ്പൂർണ്ണ, അപ്പോൾ ദേവിയുടെ നാഭിയെ അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഈ ഈ ശ്ലോകം 78 കുറച്ചുകൂടെ ചിന്തിക്കാനുണ്ടെന്ന് തോന്നുന്നു. തിരോഗംഗാവർത്ത എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിന്, കൽപ്പാന്തകാലത്തിനും അതീതമായിട്ട് എന്ന് വേണ്ട ചിന്തിക്കാൻ. കാരണം എപ്പോഴും ഒഴുകി വരുന്ന ശക്തമായിരിക്കുന്ന തിരകളുള്ള ഗംഗയിൽ പോലും ആ ചുഴി അനങ്ങാതെ നിൽക്കണമെങ്കിൽ കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു, കാലത്തിന് മാറ്റമുണ്ടാകുന്നു, കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ദേവി അങ്ങനെ തന്നെ സ്ഥിരയാണ്. അപ്പോൾ ദേവിയുടെ നാഭി കൽപ്പാന്തകാലത്തിനും ഉപരിയാണ് എന്നും കൂടെ ചിന്തിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നുണ്ട് കേട്ടോ. ജയശങ്കര, എൻ്റെ ചിന്തകളല്ല, എല്ലാം ആചാര്യന്മാർ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ജയശങ്കര, ഇനി ആരെങ്കിലും ഉണ്ടോ? നോക്കാം. ഹരക്രോധജ്വാലാവലിഭിരവലീലേന വപുഷാ ഗഭീരേ തേനാഭി സരസി ഹൃദസംഗോ മനസിജാ സമുത്തസ്തൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി യദേതത്കാളിന്ദി തനുതരതരംഗാകൃതി ശിവേ ഋഷേ മധ്യേ കിഞ്ചിജ്ജനനി തവ യത് ഭാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശദിവനാഭിം കുഹരിണിം തിരോഗംഗാവർത്ത സനമുകുളരോമാവലിലതാ കലാവാലം കുണ്ഠം കുസുമശരതേജോഹുതഭുജ രതേർലീലാകാരം കിമപി തവ നാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർഗിരിശയനാനാം വിജയതേ. ജയശങ്കര, കവിത ചേച്ചി ചോദിക്കുന്നുണ്ടോ? ഹരക്രോധാജ്വാലാവരിഫിലവലീഡേന വപുഷാ ഗഭീരേ തേനാഭി സരസി ഹൃദസംഗോ മനസിജ സമുത്തസ്തൗ തസ്മാദ ചലതനയേ ധൂമധൃതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. കവിത ചേച്ചി ഒന്ന് നിർത്തൂ. ആ മൂന്നാമത്തെ വരി ഒന്നുകൂടെ ചൊല്ലണം. സമുത്തസ്തൗ തസ്മാദചലതനയേ എന്നാണ്. സമുത്തസ്തൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി യദേതത് കാളിന്ദി തനുതരതരംഗാകൃതി ശിവേ കൃഷേ മധ്യേ കിഞ്ചി ജനനി തവ യത്പാതി സുധിയാം വിമർദാദന്യോന്യം കുചകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശദിവനാഭിം കുഹരിണീം
തിരോഗംഗാവർത്ത സ്തനമുകുളരോമാവലിലത കലാവാലം കുണ്ഠം സുമശരതേജോ ഹുദഭുജ രതിർലീലാകാരം കിമപി തവനാഭിർഗിരിസുതേ ബിലദ്വാരം സിദ്ധേർ ഗിരിശനയനാനാം വിജയതേ. ജയശങ്കര. ജ്യോതിഷ ഇനി ആരുമില്ലെങ്കിൽ ആരെങ്കിലും സമയമായി. ജപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം, അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ. ഒരു സംശയം. 77ാമത്തെ ശ്ലോകത്തിൽ ലാസ്റ്റ് വരി തനുഭൂതമാണോ ഭൂതമാണോ? തനൂഭൂതം എന്നല്ലേ? തനുഭൂതം വ്യോമ, അതായത് ശരീരമായി തീർന്നിരിക്കുന്ന ആകാശം. തനു എന്നത് ശരീരം അല്ലേ? തനൂഭൂതം വ്യോമ, ശരീരമായി തീർന്നിരിക്കുന്ന ആകാശത്തെ കുറിച്ചാണ്. തനൂഭൂതം എന്നാണ് കേട്ടോ. തനു ശരീരം, തനൂഭൂതം. ശ്ലോകത്തിൽ ഒന്നിച്ചെഴുതിയിരിക്കല്ലേ, തനൂഭൂതം എന്നാണ്. ഇവരാരും താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഭൂതം എങ്ങനെ അവിടെ ഭവിച്ചിരിക്കുന്നതാണ് അർത്ഥം കേട്ടോ, അല്ലാണ്ട് മറ്റൊന്നല്ല. ഭൂതം ഭവിച്ചിരിക്കുന്ന തനു എങ്ങനെ ആകാശമായിട്ട്, ആകാശം ഭവതു, ആകാശമായിട്ട് ഭവിച്ചിരിക്കുന്ന തനു, അതാണ് തനൂഭൂതം. ചേട്ടാ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കാം. അയ്യോ പോയോ? ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജ്യോതിഷ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ലോക സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.